രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിച്ചുപയോഗിക്കാവുന്ന ഇഞ്ചി ചമ്മന്തിയാണ്. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് 200 ഗ്രാം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത ഇഞ്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം പിഴിഞ്ഞു മാറ്റാം. എന്നിട്ട് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പിഴിഞ്ഞെടുക്കുന്ന ചാറ് കളയരുത്, ഇതൊരു ഔഷധമാക്കി മാറ്റാം. ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. ചുമയ്ക്കും കഫത്തിനുള്ള വളരെ ഉപകാരപ്രദമായ ഒരു ഔഷധം തയ്യാറാക്കാൻ കഴിയും. 5 കഷ്ണം ഉള്ളിയും 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അരിഞ്ഞിടാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. തേങ്ങയും ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുക്കാം. മുക്കാൽ സ്പൂൺ ജീരകം ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വറുക്കുന്നത്. പതിനഞ്ച് കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതിലേക്കിടാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. അതൊന്ന് ചെറുതായിട്ട് പിച്ച് ഇട്ട് കൊടുക്കാം. എന്നാലേ ശരിക്കും അതൊന്ന് മൂത്ത് കിട്ടുള്ളൂ. പകുതിയോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഫ്ലെയിം ഇപ്പോൾ ലോയിലാക്കിയിരിക്കുകയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ബിരിയാണി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ കായപ്പൊടിയാണിത്. പൊടികളൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ ഉപ്പ്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ തണുക്കാനായി. ഇതിലൊരു 1/2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കണം. 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ പുളിപ്പും ഉപ്പും എല്ലാം നല്ല ബാലൻസായി നല്ല ടേസ്റ്റ് കിട്ടാനാണ് പഞ്ചസാര ചേർത്തത്. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പൊടിച്ചെടുക്കാം. ചമ്മന്തി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റിയായ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.